PV Anwariന്റെ ആരോപണ ശരമേറ്റ് മുറിവേറ്റ ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം പുകയുകയാണ്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനമാണെന്നും പാർട്ടിയുമായി ബന്ധമില്ലെന്നും സെക്രട്ടറി ആവർത്തിക്കുന്നു. പാർട്ടിക്കതിൽ എന്തുണ്ട് കാര്യം എന്നാണ് പാർട്ടിയുടെ ചോദ്യം. എന്നാൽ ADGPയുടെ സന്ദർശനം മുഖ്യമന്ത്രിയുടെ താൽപര്യാർത്ഥമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ദൂതുപോയെങ്കിൽ ആർക്കുവേണ്ടി ADGP ദൂതുപോയി? എന്തിനു വേണ്ടി? ആ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് എന്താണ്? അതല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ സന്ദർശനത്തെ ആയുധമാക്കി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ അവസരമാണോ പ്രതിപക്ഷം തേടുന്നത്? സന്ദർശനത്തിൽ അതൃപ്തി CPIയും പാർട്ടി സെക്രട്ടറിയും തുറന്നു പറയുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാണ്. ചോദ്യം ഇതാണ്: ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വഞ്ചനയാണ്. അൻവർ തുറന്നുവിട്ടത് കഴിഞ്ഞ ദിവസം വരെ പോലീസിനെ ബാധിക്കുന്ന ഭൂതത്തെയായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. രാഷ്ട്രീയ വിവാദമായി ഒരു കൊടുങ്കാറ്റായി പരിണമിച്ചു കഴിഞ്ഞു. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മൗനത്തിന് അവധിയില്ലെങ്കിലും പാർട്ടി സെക്രട്ടറിക്ക് മിണ്ടാതിരിക്കാനാകില്ല. പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലാണോ എന്ന് തോന്നുന്നതായിരുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും LDF കൺവീനർ TP രാമകൃഷ്ണന്റെയും വാക്കുകൾ. ഉദ്യോഗസ്ഥർ പോയെങ്കിൽ പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്ന് MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. CPIക്ക് മാത്രമല്ലല്ലോ, തങ്ങൾക്കും അതൃപ്തിയില്ലേ എന്നും ചോദ്യം. ADGPയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം, തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് BJPയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് RSSനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ CPMനുമായി കൂട്ടിക്കെട്ടണ്ട. ഉണ്ടോ സഖാവേ? അതൃപ്തി ഉണ്ടെങ്കിൽ ഇതറിഞ്ഞപ്പോഴെങ്കിലും പാർട്ടി അത് ചർച്ച ചെയ്യേണ്ടതല്ലേ? കൂടിക്കാഴ്ച എന്തിനായിരുന്നുവെന്ന് അറിയണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുന്നതിൽ കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം ഒരു നിലപാടിൽ നമുക്കെത്താം. മുന്നണിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇതിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന നടന്നു എന്നുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത് CPI. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. അല്ലാതെ ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും തരത്തിൽ CPIയും CPM തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസത്തിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. പാർട്ടി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം പറയണോ? അവർക്ക് ADGPയും P ശശിയും ഒന്നുമല്ല ഉന്നം, മുഖ്യമന്ത്രി തന്നെ. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല, വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. പൂരം കലക്കുക എന്നുള്ളത് CPMന്റെയും BJPയുടെ പ്ലാനായിരുന്നു. അത് പോലീസ് വഴി നടപ്പാക്കി. ഈ ADGP വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ്, അതിന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്. പ്രതിപക്ഷം CPM BJP ബന്ധം ആരോപിക്കുമ്പോൾ കോൺഗ്രസ് CPM ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് BJP. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല. ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത്. ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട്. പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ? എന്ത് പച്ചക്കള്ളമാണ് VD സതീശൻ പറയുന്നത്? VD സതീശൻ പിണറായി വിജയൻ്റെ ഏജന്റാണ്. പിണറായി വിജയൻ്റെ B ടീമാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. ഞാൻ അന്ന് പറഞ്ഞ ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. ഇപ്പോഴും പറയുന്നു, VD സതീശൻ ഉണ്ടയില്ലാത്ത വെടി ആവർത്തിക്കുകയാണ്. കാരണം പൂരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കാല, BJPയിൽ നിന്നും ശിവശങ്കർ, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ.
ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ബലദേവ്, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തുറന്നു തന്നെ പറയുന്നു, പാർട്ടിയുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല. ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP RSS നേതാക്കളെ കണ്ടത് പാർട്ടിയുമായി കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല. അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. എനിക്ക് അതൃപ്തിയുണ്ട്. തൃപ്തിയോടുകൂടി ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ കരുതണോ? എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്? ഇത് പാർട്ടിയുടെ വിഷയമല്ല, സർക്കാരിൻ്റെ വിഷയമാണ്, മുഖ്യമന്ത്രിയുടെ വിഷയമാണ്. പാർട്ടിക്കതിൽ അതൃപ്തിയുണ്ട്, സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. പാർട്ടിയും സർക്കാരും രണ്ടു തട്ടിലായോ? അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ഒരു വടക്കൻ കഥ MT വാസുദേവൻ നായർ തിരുത്തി എഴുതി. ചന്തു ആരോമലിനെ ചതിച്ചതാണോ അതോ ആരോമൽ അരിഞ്ഞോടനെ ചതിച്ചതാണോ? ഇവിടെയും ഇതിൻ്റെ പിന്നിലൊരു ചതിയുടെ കഥയുണ്ട്. അത് യാഥാർത്ഥ്യമേ അന്വേഷണങ്ങൾക്ക് ശേഷമേ നമുക്ക് പറയാൻ പറ്റും. ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഒരു ബ്യൂറോക്രാറ്റ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമോ ഔദ്യോഗിക സന്ദർശനമോ, ഔദ്യോഗികമാണെങ്കിൽ അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം, അപ്പോൾ ഇത് സ്വകാര്യ സന്ദർശനമായിരിക്കും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആദ്യം തേടണം. എന്തിന് നിങ്ങൾ പോയി, എന്തായാലും നിങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? ഇന്നുവരെ അങ്ങനെ ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത്, ഈ സന്ദർശനത്തെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതല്ലാതെ വ്യക്തിപരമായ യാതൊരു തെളിവുകളും അല്ലെങ്കിൽ മറ്റ് എവിഡൻസുകളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ K. സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പ്രസ്താവന ഇപ്പോൾ ഡോക്ടർ അരുൺ അവസാനം പറഞ്ഞത്, ഇത് ശരിക്കും ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. സുരേഷ് ഗോപിയുടെ വിജയവും തൃശ്ശൂർ പൂരവുമായി യാതൊരു ബന്ധവുമില്ല. ഈ തൃശ്ശൂർ പൂരം നടന്നതെന്നാണ്, സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ നടന്നതെന്നാണ്. അപ്പോൾ ഇത് തമ്മിൽ യാതൊരു വിധമായ ബന്ധം ഒരു രീതിയിലും ദർ ഇസ് നോ ഡയറക്റ്റ് നെക്സസ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാനത് ചോദിച്ചോട്ടെ, സുരേഷ് ഗോപിയുടെ വിജയം ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യൻ മേഖല, മുസ്ലിം മേഖല വിടുക, ബാക്കിയുള്ള വോട്ടുകൾ നമ്മൾ എടുക്കുക. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 വരുമ്പോൾ ആ കണക്കുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നമ്മളങ്ങനെ TN പ്രതാപന് 4,15,089 വോട്ടിൽ നിന്ന് അത് 3,28,000 കുറഞ്ഞു. അവിടെ BJPക്ക് 2,93,822, 4,15,318 കൂടി. ഞങ്ങളുടെ വോട്ട് 17,000 വോട്ട് അവിടെ ഞങ്ങൾ കൂടി 3,46,000 വർദ്ധിച്ചു. അപ്പോൾ പൂരം കലക്കിയപ്പോൾ 90,000-ഓളം വോട്ട് കോൺഗ്രസ്സുകാർ BJP വോട്ട് ചെയ്തു. അത് കോൺഗ്രസ് വ്യക്തമാക്കണം. ഞങ്ങൾക്ക് 17,000 വോട്ട് അവിടെ കൂടിയത്. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായി തെരഞ്ഞു പിടിച്ച് കോൺഗ്രസ്സുകാർ ഓരോരുത്തരായിട്ട് മാറി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പൂരം കലക്കിയതും തെരഞ്ഞെടുപ്പും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ LDF-ലെ നിങ്ങളുടെ പ്രബല കക്ഷിയെ CPI-യെ നിങ്ങൾക്കിത് വിശ്വസിപ്പിക്കാൻ പറ്റിയോ? അഡ്വക്കേറ്റ് ബലദേവ്, VS സുനിൽകുമാറിനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചോ? അല്ല, ഇത് VS സുനിൽകുമാർ പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞങ്ങൾ ഇടതുപക്ഷം മുന്നേ ഞാനൊരു ഘടകകക്ഷിയിൽ അംഗമാണ്, ചോദിക്കേണ്ടത് അന്ന് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ MLA-യും മന്ത്രിയുമായ രാജൻ, അതുപോലെ തൃശ്ശൂർ MLA, ഇതൊക്കെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നതാണ്. അവർ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും, ഞാനും ഡോക്ടർ അരുണും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ലൈവ് ചാനൽ വഴി കണ്ടതാണ്. ഇത് കലങ്ങിയതുമായിട്ട് എന്തായിരുന്നു ഇതിന് ബന്ധം? അതിലേറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടത് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ, MLA-മാരുണ്ട്, അന്നത്തെ MP ആയിരുന്ന അവർക്ക് ഇതിന് വ്യക്തമായിട്ട് മറുപടി പറയാം. 2023 മെയ് മാസം 22-ാം തീയതി നടന്ന കൂടിക്കാഴ്ച ഒരു വർഷത്തിന് ശേഷം സംഭവിക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ടാണെന്നൊരു നിലപാട് നമുക്കില്ല. അങ്ങനെ ഒരു നിലപാടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. മാത്രവുമല്ല, അവിടെ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിലൊന്നും തീർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ ഘട്ടത്തിലൊന്നും. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ചു നമ്മൾ കേട്ടാൽ ഒരു അതൃപ്തി CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എൻ്റെ വാക്കുകൾ തൃപ്തിയുള്ളതായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് MV ഗോവിന്ദൻ മാഷ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്, CPI-ക്ക് അതൃപ്തിയുണ്ട്, മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ തൃപ്തിയുണ്ടോ? ഇതാണ് ചോദ്യം, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. അങ്ങനെ മുഖ്യമന്ത്രിക്ക് അതിൽ തൃപ്തിയില്ലെങ്കിൽ ഇപ്പോഴും ADGP-യുടെ ക്രമസമാധാന ചുമതലയിൽ എങ്ങനെയാണ് ഈ വിദ്വാൻ ഇരിക്കുക? തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറി പറഞ്ഞ അഭിപ്രായങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയതിന് ശേഷം അവരൊരുമിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പങ്കെടുത്ത പാർട്ടി സെക്രട്ടറിയുടെ എടുത്ത തീരുമാനമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് പാർട്ടി സെക്രട്ടറിക്കോ LDF കൺവീനർക്കോ ഒരഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ രേഖപ്പെടുത്തും, പാർട്ടി സെക്രട്ടറിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ രേഖപ്പെടുത്തും, LDF കൺവീനർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ രേഖപ്പെടുത്തും.
അപ്പോൾ അവർ പറയുന്നത് ഇതിന് ഒരു അന്വേഷണ കമ്മീഷനെ അന്ന് തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ അന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്ത ദിവസം RSSുമായുള്ള കൂടിക്കാഴ്ചയില്ല, മറ്റു വിഷയങ്ങളാണുള്ളത്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, LDF കൺവീനർക്ക് അതൃപ്തി, പാർട്ടി സെക്രട്ടറിക്ക് അതൃപ്തി, പാർട്ടി മൊത്തത്തിൽ അതൃപ്തി, CPIക്ക് അതൃപ്തി. പക്ഷേ ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ഈ MR അജിത് കുമാർ തുടരുന്നു, സൂപ്പർ DGP ആയി തുടരുന്നു. അതാണ് സംശയം. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. തീർച്ചയായും ഡോക്ടർ അരുൺ, ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ CPMനോ ഈ സംഭവങ്ങളുമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള അതിർത്തിയില്ല. പിന്നെ ADGP ആ സ്ഥാനത്ത് തുടരുന്നത് തീർച്ചയായും അതാണ് ആ അഭിപ്രായമുണ്ട്. അതിനും പറഞ്ഞിരിക്കുന്നത് 30 ദിവസത്തിനകം ആ റിപ്പോർട്ട് വരും. ഒരു താൽക്കാലികമായ റിപ്പോർട്ട് കൊടുക്കാൻ DGPയോട് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ADGP നമ്മുടെ മുന്നിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. 2 നേതാക്കളുമായി ADGP ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP സ്വകാര്യ സന്ദർശനം നടത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഒന്ന് പാറമേക്കാവിൽ വിദ്യാമന്ദിറിൽ വെച്ച് ദത്താത്രേയ ഹൊസബളയുമായി, മറ്റൊന്ന് ഡിസംബർ മാസത്തിൽ റാം മാധവുമായി. ഒരു ADGP അധികാരത്തിലിരിക്കുമ്പോൾ RSS വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന സർക്കാരിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ 2 മുതിർന്ന RSS നേതാക്കളെ പോയി കണ്ടത് കേവലം സ്വകാര്യ സന്ദർശനമായി മാത്രം വിലയിരുത്തേണ്ടതുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് ഈ ഇന്റലിജൻസ് ADGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പ്രോട്ടോകോൾ ചർച്ച ചെയ്യുന്നതാണ്. ആ പ്രോട്ടോകോൾ ഒരു ഫ്രിഡ്ജ് വേണം. അതിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എ സിസ്റ്റം റൂൾസ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ കറക്റ്റ് കോണ്ടക്ട് ആൻഡ് പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ ഫോർമൽ സിറ്റുവേഷൻസ് എന്നാണ്. ഫോർമൽ സിറ്റുവേഷൻസിൽ ഫോളോ ചെയ്യേണ്ടതാണ് പ്രോട്ടോകോൾ. അവരുടെ അനൗദ്യോഗിക സന്ദർശനങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ അത് രേഖപ്പെടുത്തുകയോ മറ്റാരെയും സംശയം. ഇതേ മനുഷ്യൻ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ പോയി കണ്ടാൽ, ഏതെങ്കിലും തീവ്രവാദ ബന്ധമുള്ളൊരു നേതാവിനെ പോയി കണ്ടാൽ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരാളെ പോയി കണ്ടാൽ ഇതേ കാര്യമല്ലല്ലോ നമ്മൾ പറയുക. ഇവിടെ RSS ഏതെങ്കിലും തരത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനയില്ല. പക്ഷേ RSSന്റെ ക്യാമ്പിൽ നേരിട്ട് പോയി അവിടെ RSSന്റെ ജനറൽ സെക്രട്ടറി കാണുകയാണ്. നോക്കൂ, അജിത് കുമാറിന്റെ വീട്ടിലേക്ക് RSSന്റെ ജനറൽ സെക്രട്ടറി വന്നാൽ നമ്മൾ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടതില്ല. ഇത് അങ്ങോട്ട് പോവുകയാണ്. അത് അവർ RSSന്റെ ആദ്യം നിഷേധിച്ചെങ്കിലും അവർ അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അതിനും കൂടെ ചേർത്ത് അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട അന്വേഷിക്കട്ടെ എന്നാണ്. ജ്യോതികുമാർ ചാമക്കാല, CPM പ്രതിരോധത്തിലാണോ ഈ വിഷയത്തിൽ? നേരത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. പാർട്ടിക്ക് അതൃപ്തിയുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് അതൃപ്തിയുണ്ട്, LDF കൺവീനർ അതൃപ്തിയുണ്ട്, CPക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ ഇപ്പോഴും ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ ADGP തുടരുകയും ചെയ്യുന്നു. BJPക്കും CPMനും ഒരു വേർഷനാണോ ഈ വിഷയത്തിൽ? ഇതിൽ പൂരം കലക്കിയിട്ടില്ല, അങ്ങനെ ഒരു ഗൂഢാലോചനയില്ല. രണ്ടാമത്തത്, ഇതിൽ 2 മുണ്ടയില്ല വെടികൾ മാത്രമാണ്. അത്തരത്തിലൊരു ഗൂഢാലോചന CPM നടത്തില്ല എന്നതാണ് CPMന്റെ ന്യായീകരണം. പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ അവസരമായി ഈ സന്ദർശനത്തെ ഉപയോഗിക്കുകയാണോ ജ്യോതികുമാർ ചമക്കാല? അരുണ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്കിയതും അല്ലെങ്കിൽ ADGPയുടെ കൂടിക്കാഴ്ചയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന്, അല്ലെങ്കിൽ പിന്നെ തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായിട്ടൊരു ബന്ധവുമില്ലെന്ന്. ഇത് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയായിട്ടാണോ അതോ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായിട്ടാണോ ശ്രീ ബലദേവ് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ, പട്ടണപ്രവേശം സിനിമയിൽ തിലകനും ശ്രീനിവാസനും അഭിനയിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. എൻ്റെ ശബ്ദവും ചേട്ടൻ്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്ന് സൈക്കിളിൽ പോകുമ്പോൾ പറയുന്ന ഒരു സീനുണ്ട്. എനിക്കതാണ് ഓർമ്മ വന്നത്. ഏതായാലും ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായ കാര്യമാണ്. ഇന്നിപ്പോൾ LDFൻ്റെ കൺവീനർ പറയുന്നു ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഞാൻ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തൃപ്തികരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. അവിടെ കൃത്യമായി ഞാൻ അരുൺകുമാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ LDFൻ്റെ കൺവീനർക്കും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അതൃപ്തി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നമല്ല, അത് സർക്കാരിൻ്റെ പ്രശ്നമാണ് എന്ന് MV ഗോവിന്ദനെ പോലെ സീനിയറായിട്ടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് തള്ളി പറയുമ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണെന്നേ? ഇവിടെ ഭരണ നേതൃത്വം നൽകുന്നത് ആരാണ്? ഇവിടെ ഭരിക്കുന്നത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ്. പാർട്ടിക്ക് വിധേയനായിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്ക് വിധേയനായ പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ
ഇവിടെ അത് സർക്കാരിൻ്റെ മാത്രം പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മാത്രം ബാധ്യതയാണ് എന്ന് പറഞ്ഞു പോകാൻ MV ഗോവിന്ദൻ എങ്ങനെയാണ് കഴിയുന്നത്? എൻ്റെ ചോദ്യം അതുതന്നെയാണ്. ഇന്നത്തെ ചർച്ചയിൽ ഉടനീളം ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്ന പോയിന്റും അതുതന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF-ന്റെ കൺവീനറും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കാനാകില്ല. പക്ഷേ ജ്യോതികുമാർ, ഞാനൊരു നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കട്ടെ. CPM-നെ സംബന്ധിച്ച് നേരത്തെ ബൽദേവ് ഉന്നയിച്ച ചോദ്യമാണ്. പ്രോട്ടോകോൾ പാലിക്കേണ്ടത് ഫോർമൽ സാഹചര്യങ്ങളിലാണ്. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയിട്ടാണ് ഈ യാത്ര. സ്വകാര്യ സന്ദർശനമാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റായ ജയകുമാർ, കൈമനം ജയകുമാറുമായി അദ്ദേഹം യാത്ര ചെയ്യുന്നു. ഈ പാറമേക്കാവിലേക്ക് എത്തുന്നു, ദത്താത്രേയ ഒന്ന് കാണുന്നു, ഒരു ചായ കുടിക്കുന്നു, കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു, സംസാരിക്കുന്നു. കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ട്, ജീവിതം സുഖമാണോ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം തിരിച്ചദ്ദേഹം വരുന്നു, ഔദ്യോഗിക കാറിൽ മടങ്ങുന്നു. ഇതിനെ നിങ്ങൾ ഇത്ര വിഷയമാക്കി മാറ്റേണ്ടതുണ്ടോ ജ്യോതികുമാർ ചമക്കാല? നമ്മുടെ UDF-ന്റെ കാലത്തുണ്ടായിരുന്ന ഒരു DGP അപ്പാടെ കുറ്റിയും പറിച്ച് BJP-യിലോട്ട് പോയിട്ടുണ്ട്. അന്ന് ആ DGP-യെ മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്തവരാണ് നിങ്ങൾ. മറന്നുപോകരുത് ജ്യോതികുമാർ ചമക്കാല ചരിത്രം. അങ്ങനെ സർവീസിലുണ്ടായിരുന്നവർ സർവീസിന് ശേഷം പല പാർട്ടികളിലും ചേർന്നിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ BJP ചേർന്നിട്ടുണ്ട്, സംസ്ഥാനത്തും ചേർന്നിട്ടുണ്ട്. അതൊക്കെ സെക്കൻഡറിയാണ്. ഇവിടെ ചോദിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ സംബന്ധിച്ചാണ്. താങ്കളുടെ ചോദ്യം അതിന് സാങ്കേതികമായി അത് ശരിയെന്ന് സംബന്ധിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ വാദഗതിക്ക് വേണ്ടി ഞാൻ സംബന്ധിച്ചെന്നുകൊണ്ട് ചോദിക്കട്ടെ. അങ്ങനെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് കിട്ടിയല്ലോ, ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കിട്ടിയല്ലോ. മുഖ്യമന്ത്രി ചോദിച്ചോ നിങ്ങൾ എന്തിനാണ് പോയതെന്ന്? മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞോ എന്തിനാണ് പോയതെന്ന്? എന്താണ് സംസാരിച്ചത്? ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊരു വിശദീകരണം വന്നിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് പത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ? എന്തിനൊളിച്ചു വെച്ചു ഇത്രയും കാലം? ഇവിടെ LDF നോക്കൂ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ വാർത്ത പുറത്തു വിട്ടതിന് ശേഷവും 5 ദിവസം കഴിഞ്ഞിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പോയിട്ടുണ്ടെന്നോ പോയിട്ടില്ലെന്നോ അല്ല. അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യം, സ്വകാര്യം വേറെ രീതി പറഞ്ഞു ഒഴിയുമായിരുന്നു. നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിയാം. പാർട്ടി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പാർട്ടി എങ്കിൽ പിന്നെ പറയണം ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ ഒരു കാര്യവുമില്ല, ഞങ്ങളുടെ നോമിനി അല്ല പിണറായി വിജയൻ, ഞങ്ങൾക്ക് ആ വകുപ്പ് ഭരിക്കുന്ന ആരെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് ആരോ ഭരിക്കുന്നു എന്ന് പറയണം. പറ്റുമോ? പറയുമോ? അപ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ, പ്രശ്നത്തിൽപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നു. അക്ഷരാർത്ഥത്തിൽ എന്താ ഇതിലുള്ളത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്കറിയില്ല, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല, ഇത് ഭരണകക്ഷിയാണ്. ഈ പാർട്ടിയുടെ ഭാഗമായ ആഭ്യന്തരമന്ത്രി കൂടി പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ആ സംവിധാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. 30 ദിവസത്തെ അന്വേഷണം കഴിയട്ടെ. നിങ്ങൾക്കെതിരെ ഇത്ര ധൃതി ജ്യോതികുമാർ ചമക്കാല? 30 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരുമ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ അജിത് കുമാർ ഉണ്ടാവില്ല എന്ന് പാർട്ടി ഉറപ്പുണ്ടെന്നേ. ഇവിടെ നോക്കൂ, ഇവിടെ 30 ദിവസം കഴിഞ്ഞുള്ള റിപ്പോർട്ട് എന്തിനെ സംബന്ധിച്ചാ? PV അൻവർ പറഞ്ഞിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഇത് അന്വേഷിക്കുന്നിരിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 2023 മെയ് മാസം 22-ാം തീയതി 23-ാം തീയതി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഈ പൊതുസമൂഹത്തിൽ നിന്ന് ക്രമസമാധാന ചുമതല എന്തിനാണ് അദ്ദേഹം ഒളിച്ചു പോയതെന്നേ? എന്തിനാ അദ്ദേഹം ഒളിച്ചു പോയത്? പേഴ്സണൽ വിസിറ്റ് നടത്തി എന്ന് പറഞ്ഞാൽ പോരെ? അദ്ദേഹം എങ്ങനെ ഒളിച്ചു പോയത്? ഇൻഫോർമൽ പേഴ്സണൽ അല്ലേ? ഞാൻ പറയാം. അല്ല, ഒരു മിനിറ്റ് ഞാൻ താങ്കൾ ചോദിക്കട്ടെ. ശ്രീ അരുൺകുമാർ, താങ്കൾ എറണാകുളത്ത് ഒരു പുതിയ വീട് വെച്ചു. താങ്കൾ അദ്ദേഹത്തിനെ ആ വീടിൻ്റെ പുരവാസ്തു ബലിക്ക് താങ്കൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ടും വരും. അത് സ്വകാര്യ സന്ദർശനമാണ്. അദ്ദേഹം അങ്ങനെ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത്. അദ്ദേഹം എറണാകുളത്ത് ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് സ്വകാര്യ വാഹനത്തിൽ വരുമോ? നോക്കൂ, അങ്ങനെ വരേണ്ടതുണ്ടോ? ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഇട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിൽ സുഹൃത്തുമൊത്ത് പോയി. അതൊരു സ്വകാര്യ സന്ദർശനമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടർ ഹോം സെക്രട്ടറിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഹോം സെക്രട്ടറി അന്വേഷിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഇറ്റ് വാസ് ആൻ ഇൻഫോർമൽ വിസിറ്റ്. അതൊരു അനൗദ്യോഗികമായ സന്ദർശനമായിരുന്നു. അതിനപ്പുറം പിന്നെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റും? ഈ ചങ്ങാതി എവിടെയൊക്കെ പോകുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇൻഫോർമൽ അന്വേഷിക്കണോ? അന്വേഷിക്കണം. എങ്കിൽ പിന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അറിയണ്ടേ? UDF-ന്റെ കാലത്ത് അറിയണോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ആലോചിക്കാതിരുന്നൊരു പാർട്ടിയാ കോൺഗ്രസ്.
ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, ഞാൻ തിരിച്ച് ചോദിക്കുന്നത്, ഇവിടെ ഇന്നലെ കൈയും കാലും ഇട്ട് അടിക്കുന്നല്ലോ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് എന്താ പറയുന്നത്? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ, അതായത് മുഖ്യമന്ത്രിയെ ഇല്ലായ്മ ചെയ്യാൻ ഒരു കോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നു, പാർട്ടി സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആരാ പറഞ്ഞിട്ടുള്ളത്? മുഹമ്മദ് റിയാസ്. വേറെ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? എന്താ പറയാത്തത്? എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത്? ഞാൻ തിരിച്ചൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ ശബരിമല വിഷയം ഞാൻ അരുൺകുമാർ എത്രയോ തവണ ചർച്ച ചെയ്തതാ. ശബരിമലയിൽ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അവിടെ കലാപം ഉണ്ടായപ്പോൾ അവിടെ ഇതേ പോലീസ് തന്നെയല്ലേ RSSന്റെ നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് മൈക്ക് കൊടുത്തത്? നമ്മളന്ന് ചർച്ച ചെയ്തില്ലേ? അന്ന് ഏത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു? അന്നും ഇതേ MR അജിത് കുമാർ അല്ലേ? എങ്ങനെ കൊടുത്തു? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കണ്ടേ? പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. പോലീസ് സേനയിൽ ഒരു സംഘവൽക്കരണം നടന്നിട്ടുണ്ട്. ആ പോലീസ് സേനയിൽ സംഘവൽക്കരണം നടന്നിരിക്കുന്നത് പോലീസിലെ സംഘവൽക്കരണം നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെയോ എന്നതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ജ്യോതി. അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. സംഘവൽക്കരണത്തിനിടയാക്കിയോ എന്നതാണ്. ഞാൻ വളരെ വേഗം ഒന്ന് BJP പ്രതിനിധിയിലേക്ക് പോയി ഇടവേളയ്ക്ക് പോകാം. PS ശിവശങ്കർ ആദ്യഘട്ടത്തിൽ ഒന്ന് ചുരുക്കി പറഞ്ഞ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഉണ്ടയില്ല വിടിയാണെന്ന് BJP പറയുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകനും അങ്ങനെ ഒരു അഭിപ്രായമാണുള്ളത്. പൂരം കലക്കിയതും ഇതുമായി തമ്മിൽ ബന്ധമില്ല. പൂരം കലക്കിയത് അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. പക്ഷേ ADGPയുടെ സന്ദർശനത്തെ ചൊല്ലി CPM-ൽ LDF-ൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. നിങ്ങൾ കുഴിച്ച കുഴിയിൽ ഇടതുപക്ഷം വീണോ? PR ശിവശങ്കർ. ഇന്നിപ്പോൾ എന്നോട് നിഷ്കളങ്കമായ എന്തെങ്കിലും ചോദ്യങ്ങൾ അരുൺ ചോദിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്ര നിഷ്കളങ്കമൊന്നും അല്ലാത്ത ചോദ്യങ്ങളാണ് ആദ്യമേ തൊട്ട് ചോദിച്ചത്. അത് ജ്യോതിയോട് മാത്രമേ ചോദിക്കുള്ളായിരിക്കും എന്നുള്ള വാശി ഏതായാലും അങ്ങേക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഇപ്പോൾ ഇതാ ജ്യോതി പറയുന്ന അടുത്ത കാര്യം നോക്കൂ. അനൗദ്യോഗികമായ സന്ദർശനത്തിന് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാം എന്നുവരെ പുതിയ ഒരു താത്വികമായ അവലോകനം ജ്യോതി നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയാണോ പുതിയത് വരുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ DGP-മാരല്ല, ചീഫ് സെക്രട്ടറിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും അതിനൊക്കെ എനിക്കറിയാമല്ലോ. കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും, ഞാൻ കാലഘട്ടവും ആളും പേരും ഒക്കെ പറയട്ടെ സമയമുണ്ടെങ്കിൽ, 2005 അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആനന്ദ ബോസ്, അദ്ദേഹം ഗ്ലോബൽ എക്കണോമിക് മീറ്റിൽ പങ്കെടുത്തത് എങ്ങനെയാണ് എന്ന് ജ്യോതികുമാർ ഒന്ന് അന്വേഷിക്കണം. അന്ന് ആ സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് മീറ്റ് ചെയ്തത്, ആരുടെ വാഹനത്തിലാണ് അദ്ദേഹം പോയതെന്ന് അദ്ദേഹം അന്വേഷിക്കണം. ഞങ്ങൾ പറയാം. പിന്നെ CP നായർ, അദ്ദേഹം ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എത്ര സംഘപരിവാർ സംഘടനകളുടെ ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു, ഞാനിതൊക്കെ പേര് പറയണം. അന്നൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ തന്നെ KC ജോസഫ്, അദ്ദേഹം പങ്കെടുത്തിട്ടില്ലേ? VD സതീശൻ പങ്കെടുത്തിട്ടില്ലേ? VS അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടില്ലേ? ഞാൻ CPM-കാരുടെ പേരും പിന്നെ പറയട്ടോ, ബാക്കിയുള്ളത് പറയാം. അപ്പോൾ കോൺഗ്രസ്സുകാരും ധാരാളമായി ഇത്തരം മീറ്റിങ്ങുകളിലും രഹസ്യയോഗങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അജിത് കുമാർ കാണുമ്പോൾ മാത്രം അതൊരു പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാകും. അത് ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അതൊരിക്കലും VD സതീശനോ ജ്യോതിക്കോ പാവം നിഷ്കളങ്കമായി മനസ്സിലാകുന്നില്ല. അടുത്തത്, ഞങ്ങളെന്തിനാ കുറ്റം പറയുന്നത്? ഇപ്പോൾ അരുൺ ചോദിച്ച ഇതിൻ്റെ ചോദ്യം, ഈ രാഷ്ട്രീയ വഞ്ചന സത്യത്തിൽ ചെയ്യുന്നത് കോൺഗ്രസ് അല്ലേ? നിങ്ങൾക്ക് CPM-നോടും പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറോടും വളരെ ദേഷ്യമുണ്ട്. ഇത്തരത്തിൽ RSS ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയോട് പറയുക സഖ്യത്തിൽ പാടില്ല എന്ന്. നിങ്ങൾ തന്നെ വിജയിപ്പിക്കുകയും നിങ്ങൾ അവരുടെ വോട്ട് മേടിച്ച് വിജയിക്കുകയും ചെയ്ത പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും രഹസ്യമായല്ല പരസ്യമായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ ധാരണയുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇത്തരത്തിൽ രാഷ്ട്രീയ വഞ്ചന എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കടന്ന് ഇങ്ങനെ ഈ പറയുന്ന ചില ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടയില്ല വെടിവെക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ AICC കമ്മിറ്റിയിൽ വാതിൽ തുറക്കാൻ വരുന്ന CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോട് പറയാൻ പാടില്ല, ഇനി മേലെ ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങിപ്പോ, കടക്ക് പുറത്തുനിന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ രാഹുൽ പറയട്ടെ കടക്ക് പുറത്തുനിന്ന്. ഇത്തരം പോലെ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആകാം, ഇവിടെ അജിത് കുമാറിനെ വിടാൻ പാടില്ല. അരുണെ ഒന്ന് ആലോചിച്ച് നോക്കൂ. BJP-ക്കോ RSS-നോ ഇവർ പറയുന്നത് പോലെ ഒരു തർക്കത്തിന് ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നുള്ള ധാരണ ഉണ്ടെന്ന് വിചാരിക്കും. അതിന് ഇവർ തന്നെ പറയുന്നതല്ല, CPM-ഉം BJP-യുമായിട്ടുള്ള ബന്ധം ഗഡ്കരി വഴിയാണ്, അദ്ദേഹം അവിടെ ഊണ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ പിന്നെ BJP-ക്ക് എന്തിനാ ദത്താജി വന്നിട്ട് ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്? ഡയറക്റ്റ്ലി ഞങ്ങളുടെ മന്ത്രി, കേന്ദ്രമന്ത്രി
നിതിൻ ഗഡ്കരി തന്നെ ഞങ്ങളുടെ ഒരു രണ്ടാമനോ മൂന്നാമനൊക്കെ ആയ മന്ത്രി തന്നെ അദ്ദേഹം നേരിട്ട് പിണറായി വിജയനായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഗഡ്കരിയും അജിത് കുമാറും വേണോ? കുറച്ച് ദിവസം വരെ വേറെ മനോഹരമായ പ്ലേസ്മെന്റുകളാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ 3 ആർഗ്യുമെന്റും. ഒന്ന്, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ UDFന്റെ സർക്കാരിന്റെ കാലത്ത് ചീഫ് സെക്രട്ടറിയും ഒപ്പം DGPയും ഒക്കെ ആയിരുന്നവർ എങ്ങനെയാണ് BJP ഫോറങ്ങളിലെയും RSS നേതാക്കളുമായും ബന്ധപ്പെട്ടത് എന്നുള്ള മനോഹരമായ ചോദ്യം. അത് ജ്യോതികുമാറിനെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. ജ്യോതികുമാർ അതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ആ ചോദ്യത്തിൽ അത് ജ്യോതികുമാറിനും UDFനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. രണ്ടാമത്തേത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. അതിനൊരു ADGP ആവശ്യമുണ്ടോ? അതിനാവശ്യമുള്ളത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഗഡ്കരിയോട് പറഞ്ഞ പോലെ തമ്മിൽ അടുത്ത ബന്ധമല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. PR, ഞാൻ തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. രാഷ്ട്രീയ വഞ്ചനയോ എന്നാണ് ചോദ്യം. നമുക്കിപ്പോൾ പദ്ധതികളായി കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കാല, BJPയിൽ നിന്നും PR ശിവശങ്കർ, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ജ്യോതികുമാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇടതുപക്ഷത്തിലെ കൺവീനർക്ക് താല്പര്യമില്ല, CPIക്ക് താല്പര്യമില്ല. CPIയിലെ 2 ജില്ലാ കമ്മിറ്റികളാണ് ഈ ADGPക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തെ MLAക്ക് താല്പര്യമില്ല, ഇടതുപക്ഷത്തെ മറ്റൊരു MLA KT ജലീലിന് താല്പര്യമില്ല. എന്നിട്ടും എങ്ങനെയാണ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGPയായി ഈ മാന്യൻ തുടരുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി ബൽദേവ് ശ്രദ്ധിച്ചു എന്നറിയില്ല. 2 സ്വതന്ത്ര ഇടതുപക്ഷത്തിലെ MLAമാർ 2 ഫോൺ നമ്പറും പോർട്ടലും തുടങ്ങാൻ പോവുകയാണ്. ഒരാൾ ഫോൺ നമ്പർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, PV അൻവർ. അതായത് ഈ പോലീസിനെക്കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. സർ, ആഭ്യന്തര വകുപ്പിനെ ഒരു MLA ഹൈജാക്ക് ചെയ്തിരിക്കുകയാണോ? അഥവാ ആഭ്യന്തര വകുപ്പിന് മുകളിലേക്ക് ഒരു സൂപ്പർ ഹോം മിനിസ്റ്ററായി ഈ PV അൻവർ മാറുകയാണോ? ഈ സൂപ്പർ DGP കാരണം ഇടതുപക്ഷത്തിനൊരു MLAക്ക് ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഈ ഭരണ സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ MLAമാർ പറയുന്നു, ഇടതുപക്ഷത്തെ മുന്നണിയിലെ നേതാക്കൾ പറയുന്നു, പ്രതിപക്ഷം പറയുന്നു, സാധാരണ ജനങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ബൽദേവ്. പക്ഷെ അപ്പോഴും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അദ്ദേഹത്തിന് ഇഷ്ടാനുസരണം അവധിയിൽ പ്രവേശിക്കാൻ വേണ്ടി ഉത്തരവിടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും? PV അൻവർ ഒരു സ്വതന്ത്ര MLA ആണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന MLA ആണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ അതിർത്തിയുണ്ട്. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI തന്നെ അതിനെതിരെ നേരിട്ട് ഇപ്പോഴല്ല, ഒരു വർഷത്തിന് മുമ്പ് തന്നെ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPMൻ്റെ ചില പ്രവർത്തകരും അദ്ദേഹത്തിനെതിരെ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഒരു വർഷത്തിലേറെയായി തുടർന്നു വരുന്നു. പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. പിന്നെ എൻ്റെ ചില ചോദ്യങ്ങൾ PR ശിവശങ്കർ ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അതാണ് ഈ ചർച്ചയിലെ കൗതുകകരമായ കാര്യം. ജ്യോതി നേരത്തെ സൂചിപ്പിച്ചത് താങ്കളുടെയും PR ശിവശങ്കറിന്റെയും ശബ്ദം ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത് താങ്കൾ തന്നെ അത് സമ്മതിച്ചു. താങ്കൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ BJP നേതാവ് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ, അതായത് ഇടതുപക്ഷ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഒരു BJPയുടെ നേതാവ് ചോദിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണോ കാര്യമെന്നേ UDF ചോദിക്കുന്നുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, വ്യാഖ്യാനിക്കേണ്ട കാര്യം ഒരേ ഡിഫൻസ് ഒരു ഡിഫൻസ് വരുമ്പോൾ ഡിഫൻസ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒന്നുപോലെയാണ്. ഒരു കേസിന് 2 or 3 വക്കീലന്മാർ അപ്പിയർ ചെയ്താൽ ഡിഫൻസ് ഒന്നുപോലെയാണ് വരുന്നത്. അപ്പം കേസിലെ കാര്യങ്ങൾ ഒന്നാണെങ്കിൽ അപ്പോൾ ഇവിടെ കോസ് ഓഫ് ആക്ഷൻ ഒന്ന് തന്നെയാണ്. ഇവിടെ പ്രശ്നം PV അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ MLA നിങ്ങൾ തള്ളുന്നു, പകരം നിങ്ങൾ ആരെ കൊള്ളുന്നു? PR ശിവശങ്കറിനെ കൊള്ളുന്നു. ഇല്ലില്ല, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീ ജ്യോതികുമാർ ചാമക്കല പറഞ്ഞ ഒരു കാര്യം, 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യങ്ങൾ ഞങ്ങൾ CPM ഒറ്റപ്പെടുത്തുന്നു, ഘടകകക്ഷികൾ ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ വ്യക്തമാക്കി. ഞങ്ങൾക്ക് അതിർത്തിയുണ്ട്, ആ അതിർത്തി പാർട്ടി പരിശോധിക്കും, അതിർത്തി മുഖ്യമന്ത്രി അറിയിക്കും, മുഖ്യമന്ത്രി അത് പരിശോധിക്കും. അതിന് തർക്കമൊന്നുമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് പത്രപ്രസ്താവനയായിട്ട് പുറത്തു വന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ 1-2 കാര്യങ്ങൾ ജ്യോതികുമാറിനെ ഞാൻ ചോദിക്കുന്നു. അതായത് VD സതീശൻ ഈ സംഭവം അറിഞ്ഞു എന്ന് പറയുന്നത് 2021 മെയ് മാസത്തിലാണ് ഈ സംഭവം അറിഞ്ഞു എന്ന് പറയുന്നത്. ഏതാണ്ട് 16 മാസം കഴിഞ്ഞാണ് VD സതീശൻ ഈ ആരോപണം. അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ അറിഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചു. പുറത്തു വന്നു.
അപ്പോൾ ഈ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട്, ആരെതിരെ വന്നാലും ഞാൻ ആ തെളിവുകൾ പറയാമെന്ന് പറഞ്ഞു. ഉത്തരമേഖല നേതാവാണ് രമേശൻ. രമേശൻ എന്ന് പറയുന്നത് RSSന്റെ വലിയ നേതാവൊന്നുമല്ല, കേരളത്തിലെ ഉത്തരമേഖല ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പോയി കണ്ട കാര്യങ്ങളാണ് ആദ്യം ഇവിടെ ചർച്ചയിൽ വന്നത്. അതിനുശേഷമാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ഹൊസബാളയുമായിട്ടുള്ള സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായ രേഖകളോ ഇത് ഔദ്യോഗികമായ സന്ദർശനങ്ങളൊന്നുമല്ല. പിന്നെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞ് നമ്മൾ ഒരിക്കൽ ഒത്തിരി ചർച്ച ചെയ്തതാണ്, RSSന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റാണ്. യാഥാർത്ഥ്യമല്ലയോ നമുക്കറിയില്ല. അടിയന്തരാവസ്ഥ കാലത്തല്ലേ അന്ന് RSSനെ നിരോധിക്കുന്നത്? രാഷ്ട്രീയമായ കാരണങ്ങളുടെ പുറത്ത് കോൺഗ്രസ് നിരോധിക്കുന്ന ആ സമയത്താണോ? എനിക്കറിയില്ല, അതിനുശേഷമാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അത് ഈ കാവൽ നിന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും തമ്മിലുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇവിടെ ഉന്നയിച്ചു വരുന്ന ആരോപണങ്ങൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തു വരുന്നതും PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യവും അഡീഷണൽ DGPയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ആ അഡീഷണൽ DGPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വ്യക്തമായ നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും IPS ഓഫീസറാണ്. അപ്പോൾ ഒരു മറുചോദ്യം ചോദിക്കാം, അധികാര സ്ഥാനത്ത് മാറ്റി നിർത്തുന്നതിന് IPS അല്ല ആരെയും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. പക്ഷേ എങ്കിൽ പോലും അന്വേഷണമായിട്ട് അത് വരുമ്പോൾ അതിനകത്ത് വ്യക്തമായ തെളിവുകളുണ്ടാകും. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ശ്രീ അരുണിനെതിരെ റിപ്പോർട്ടർ ചാനലിലെ ഒരു സ്റ്റാഫ് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന തെറ്റുണ്ട്, മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്ടർ ബോർഡ് ഉടനെ അരുണിനെ മാറ്റി നിർത്തും? ഇല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഒരുപക്ഷെ അതിനകത്ത് അരുൺ നിരപരാധിയാണെങ്കിലോ ആ നിരപരാധിയാണെങ്കിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് മെയ് മാസം 22-22 തീയതി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് 2024 സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയ ഒരു അനക്കവും ഇല്ല എന്ന് പറയുമ്പോൾ അത് അസാധാരണമാണ്. ഇല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയില്ല. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ ഒരു സ്വകാര്യ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്റെ ചോദ്യം അതാണെന്നേ. നോക്കൂ, ഒരു DGP ആയിരുന്ന സെൻകുമാറിനെതിരെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2017 പറഞ്ഞ വാചകം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ വാചകത്തിൽ പറയുന്ന വളരെ വ്യക്തമായ കാര്യം ഇങ്ങനെയാണ്. ഞാൻ ആ വാചകം ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ഞാനത് പറയാം. സെൻകുമാർ പഴയ പിടിയിലല്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പോൾ ഇങ്ങോട്ടായി പിടുത്തം, അതോർമ്മ വേണം. പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണെന്ന ധാരണയിൽ നിൽക്കരുതെന്ന് UDFിനോടാണെന്ന് പറയുന്നത്. അതേ പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP ആയിരിക്കുന്നയാൾ RSSന്റെ നേതാവിനെ പോയി കാണുമ്പോൾ DGP ആയിരുന്ന TP സെൻകുമാറിനെതിരെ എടുത്ത അതേ ജാഗ്രത എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നില്ല? പിണറായി വിജയൻ പറഞ്ഞത് വളരെ വ്യക്തവും വളരെ യാഥാർത്ഥ്യവുമാണെന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടല്ലോ. ആ TP സെൻകുമാർ BJPയിലേക്ക് പോയി. PSC ചെയർമാൻ, കോൺഗ്രസിൻ്റെ PSC ചെയർമാൻ രാധാകൃഷ്ണൻ BJPയിലേക്ക് പോയി. അപ്പോൾ പിണറായി വിജയന് വ്യക്തമായ തെളിവുകൾ, വ്യക്തമായ രേഖകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് TP സെൻകുമാറിന് അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ആക്ഷേപിച്ചത്. അപ്പോൾ ആ TP സെൻകുമാർ തിരിച്ച് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായ പറഞ്ഞു. ശബരിമലയിൽ ആർക്കാണ് ആരാണ് വത്സൻ തില്ലങ്കരിക്ക് മൈക്കെടുത്ത് കൊടുക്കുന്നത്? ആരാണ് അതിന് ഉത്തരവിടുന്നത്? പൂരം കലക്കാൻ വേണ്ടി ആ സ്ഥലത്ത് സാന്നിധ്യം ഉണ്ടായിരുന്നത് ആരാണ്? ഈ സരിത്തിനെ PS സരിത്തിനെ പിടിച്ച് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ഷാജ് കിരണുമായി സംസാരിക്കുന്നത് ആരാണ്? എങ്ങനെയാണ് പിന്നെ റാം മാധവനെ കോവളത്ത് പോയി കാണുന്നത്? ഒന്നല്ല, ഒരുപാട് സന്ദർഭങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടാവും. പക്ഷേ ഇപ്പോഴൊന്നും ഈ ADGPയെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുക്കുമ്പോൾ അതാണ് സംശയം ഉണ്ടാക്കുന്നത്. ബൽദേവ്, ADGP ഒരു ദൂതനായിരുന്നോ? ഒരു കോൺഫിഡൻഷ്യൽ ഒരു കോൺഷ്യസ് കീപ്പർ ആയിരുന്നോ? ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടെ അത് സംബന്ധിച്ചാൽ മതി. ആ സംശയം നമുക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാത്തത് എന്തേ എന്നതാണ് ചോദ്യം. ഞാൻ വരാം അങ്ങയിലേക്ക്. ജ്യോതികുമാർ ചമക്കാല, സമ്മതിക്കുന്നു അതിൽ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംശയങ്ങളെ പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അത് ഇൻഫോർമൽ ഫോർമലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജ്യോതി, താങ്കൾ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ PR ശിവശങ്കർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് കൂടി മറുപടി അങ്ങ് പറഞ്ഞു തുടങ്ങണം. നേരത്തെ UDFിൻ്റെ ഭാഗമായിരുന്ന
DGPമാർ, ADGPമാർ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിമാർ, ഇവരൊക്കെ RSSന്റെ നേതാക്കളെ കണ്ടിട്ടില്ലേ? ആനന്ദ് ബോസ് ഇപ്പോൾ ഇരിക്കുന്നത് BJPയുടെ ഗവർണർ കസേരയിലല്ലേ? ആ ആനന്ദ് ബോസ് അന്ന് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ RSS നേതാക്കളുമായി സംസാരിച്ചിട്ടില്ലേ? കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുത്തോ? അന്ന് ഈ ആനന്ദ് ബോസിനെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തോ? CP നായർ RSSന്റെ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തോ? സെൻകുമാർ RSS BJPയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ നിങ്ങളുടെ കാലത്ത് നടപടി ഉണ്ടായോ? ഈ നടപടികളൊന്നും ഉണ്ടായില്ലല്ലോ ജ്യോതികുമാർ ചാമക്കാല. അപ്പോൾ പിന്നെ ഈ ഒരു ADGP 2 സന്ദർശനം നടത്തിയതിന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയമായ യുക്തി എന്താണ്? ഇവിടെ പൂർവ്വകാലത്തിൽ ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്ത് വേണമെങ്കിലും പറയാം, ഇങ്ങനെ അന്നത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരാരും തലയിൽ മുണ്ടിട്ട്, അവർ ലോഗ് ബുക്കിൽ വരാത്ത രീതിയിൽ, അവരാരോടും പറയാതെ, അവർ രഹസ്യമായിട്ടല്ല പോയിട്ടുള്ളത്. പലരും പല സെമിനാറിലും പങ്കെടുത്തിട്ടുണ്ട്, പല യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുക സ്വാഭാവികമാണ്. ഇവിടെ എൻ്റെ ചോദ്യം, ശ്രീ VD സതീശൻ പൊതുമണ്ഡലത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നത് വരെ സർക്കാരോ ഈ ഉദ്യോഗസ്ഥനോ ഈ വിഷയം മറച്ചു വെച്ചത് എന്തിനാണ്? അവിടെ തന്നെ വ്യക്തമാകുകയല്ലേ എന്തിനായിരുന്നു എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി, ഞാൻ തിരിച്ചൊരു കാര്യം കൂടെ ചോദിക്കട്ടെ അരുണേ, ഇവിടെ EP ജയരാജനെ പാർട്ടി LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്താ കാര്യം? അദ്ദേഹത്തിന് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്തുകൊണ്ട് ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGPയെ ആ സ്ഥാനത്ത് നിന്നൊന്നും മാറ്റി വേറൊരു സ്ഥാനത്തേക്ക് വെച്ചുകൂടാ? ഇത്രയും വിവാദമുണ്ടായിട്ട് ഈ പാർട്ടിയെ സംബന്ധിച്ച്, ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള, RSS ബാന്ധവത്തെ സംബന്ധിച്ച് ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ചർച്ച നടക്കുന്ന സമയത്ത് പാർട്ടിയെയും സർക്കാരിനെയും ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടുണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തെ ആ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി വല്ല പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്ത് ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്കോ ഒന്നും മാറ്റാൻ തീരുമാനിക്കാത്തത് എന്താ? അപ്പോൾ അങ്ങനെ പോയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു വിടണോന്നേ, മോശക്കാരനെ പുറത്തു വിടണം. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ PV അൻവറിനെതിരെ CPയിലെ വയനാട് ജില്ലാ സെക്രട്ടറി ബാബു പറയുന്നു, അവിടെ ഈ മനുഷ്യൻ വന്ന കാരണം പോലീസുകാർക്ക് ഭക്ഷണം പോലും കിട്ടിയില്ല. തൃശ്ശൂരിൽ പോയ സമയത്ത് പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. അങ്ങനെ പോയ ഇടങ്ങളിൽ വിജിലൻസിന്റെ തലപ്പത്തായിരുന്നപ്പോൾ സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സരിത്തിന്റെ ഫോൺ നമ്പറും പിടിച്ചിട്ട് ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു ഉടായ്പുകാരനുമായിട്ട് ഫോൺ സംഭാഷണം നടത്തുന്നു. ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ജോലിക്ക് തുടരാം. ഇതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണോ അരുണേ? ഷാജ് കിരണിന്റെ വിഷയം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണോ? ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? നമുക്കറിയില്ല അതൊക്കെ. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ മാന്യൻ, ഈ IAS ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി വിഡുപണി ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ കഴിയാത്തത്. പിന്നെ അദ്ദേഹം ചോദിച്ചു ഒരു കാര്യം കൂടി, എന്താ ഗഡ്കരി ഉണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്, പിന്നെ എന്തിനാ ഈ പറയുന്ന ADGP? കൃത്യമായ ചോദ്യമാണ് ശ്രീ എന്തോ ശിവശങ്കറിന്റെ കൃത്യമായ ചോദ്യമാണ്. എന്തിനൊരു ADGPയിലേക്ക് പോകണം? അതിനപ്പുറത്തേക്ക് ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. അവിടെയും എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ബന്ധം, EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ എന്തിനെ EP ജയരാജനെ നാടമുറിച്ചു വിട്ടു? അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇനി താങ്കൾ ചോദിച്ച ബലദേവ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് അജിത് കുമാർ കാണാൻ പോയതിനെ സംബന്ധിച്ചാണ്. അജിത് കുമാർ കാണാൻ പോയതിനെ സംബന്ധിച്ചുള്ള തർക്കത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ തിരിച്ച് ചോദിക്കുന്നത്, അജിത് കുമാർ എൻഡോസ് ചെയ്തില്ലേ ഞാൻ പോയി കണ്ടു എന്ന്? അദ്ദേഹം എന്തിന് കണ്ടു എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമല്ല നിൽക്കുന്നുള്ളൂ. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ടാണ് പോയതെന്ന് ഞങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. അതിനെ സംബന്ധിച്ച് മാത്രമല്ല തർക്കമുള്ളൂ. അദ്ദേഹം കണ്ടു എന്ന കാര്യത്തിൽ അദ്ദേഹം അതിന് കവിഞ്ഞ ഒരു നിരീക്ഷണമല്ലേ? ഒരു മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന് തൻ്റെ സ്വാർത്ഥ കാര്യം സാധിച്ചെടുക്കാൻ, അതെന്ത് സ്വാർത്ഥ കാര്യമാണെന്നുള്ളത് രണ്ടാമത് നിൽക്കുന്നു. നിങ്ങൾ പറയുന്നത് CMRL-മായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിലിപ്പോൾ SFI അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്രമല്ലോ, നിങ്ങളുടെ നേതാക്കൾക്കെതിരെയും അന്വേഷണമുണ്ട്. അപ്പോൾ SFIയുടെ അന്വേഷണമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ADGPയെ ചുമതലപ്പെടുത്തി പോയി കാണുക എന്നുള്ളത് വളരെ വന്യമായ ഭാവന വേണം. രണ്ടാമത്തത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കരുവന്നൂരിലെ വിഷയം അതൊരു പാർട്ടി വിഷയമാണ്. ആ വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ല. അത് പാർട്ടിയാണ് ആ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത്. പാർട്ടി അങ്ങനെ കരുവന്നൂരിലെ വിഷയം CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വരുന്നത് തടയാൻ വേണ്ടി ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ADGPയെ പോയി കാണുമെന്നൊക്കെ പറയണമെങ്കിൽ വന്യമായ ഭാവന വേണം ജ്യോതികുമാർ.
ഒരു ഭാവവും വേണ്ട. നമുക്കറിയാമല്ലോ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് നമ്മുടെ DGP ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹവും ഇതുപോലെ തന്നെയായിരുന്നല്ലോ. ആ DGP അദ്ദേഹത്തിനെ പിന്നീട് കൊച്ചിൻ മെട്രോയുടെ MD ആക്കി വെച്ചു. അദ്ദേഹവും ഇതുപോലെ തന്നെയായിരുന്നു. ഇതിന് പാലം ലോക്നാഥ് ബെഹ്റയെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ IPSകാരെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി നേരത്തെയും ഇത്തരം മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണെന്നൊരു പരിധിവരെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് BJP നേതൃത്വവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഇവിടെ ഞാൻ അവിടെയാണ് ചോദിച്ചത്. ശബരിമലയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ADGP അല്ലേ മൈക്കെടുത്ത് RSS നേതാവിന് കൊടുത്തത്? എന്ത് മെസ്സേജാണ് അതിലൂടെ കൊടുത്തത്? ശരി, PR ശിവശങ്കർ, താങ്കൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ RSSുമായും BJPയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളോ അതല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും. അതിലെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട് PR ശിവശങ്കർ. നോക്കൂ, നിതിൻ ഗഡ്കരിയുമായി ബന്ധമുണ്ടെങ്കിൽ അത് ഔദ്യോഗിക ബന്ധമെന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശദീകരിക്കാം. പ്രഭാരിയായ ജാവദേക്കർ അങ്ങോട്ട് പോയി കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ നീക്കം കുറേ കാലമായി തുടങ്ങി. നല്ല മരങ്ങളെ പിടിച്ചിപ്പുറത്തോട്ട് കൊണ്ടുവരിക, പിടിച്ച് അവസാനം വന്നപ്പോൾ മുരളീധരൻ്റെ വാക്കിൽ പറഞ്ഞാൽ വക്കുപൊട്ടിയതും മൂലച്ചളുങ്ങിയതുമായ ആളുകളെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾ ഈ പിടുത്തം തുടങ്ങിയിട്ട് കുറേ കാലമായി. അത് RSSനെ ഉപയോഗിച്ച് നടത്തുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. പക്ഷേ ADGP അജിത് കുമാർ വീണിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. നിങ്ങളൊരു ശ്രമം നടത്തി, ADGP അതിൽ നിന്ന് കുതറി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട് മറുഭാഗത്ത്. അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു. വീണ്ടും റാം മാധവനെ വഴി വീണ്ടും നിങ്ങൾ വിടുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം? നിങ്ങൾ ഇങ്ങനെ നിരന്തരം ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ഈ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ RSSനെ ഉപയോഗിച്ചുകൊണ്ടൊരു ശ്രമം നടത്തുന്നു. അങ്ങനെ ഒരു രീതി നിങ്ങൾക്കുണ്ടോ PR ശിവശങ്കർ? വന്യമായ മറവിയാണ്. തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ജ്യോതിയും വന്നില്ല, അരുണും വന്നില്ല. ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അത് ബ്രേക്കായി പോയി. ഏതായാലും ഞാനിതിന് 5-8 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന റാം മാധവനെ കണ്ട വിവരം. റാം മാധവനെ കണ്ടത് പരസ്യമായി ഇന്ത്യ ടുഡേ കോൺക്ലേവ് കോവളത്ത് വെച്ച് കടന്നപ്പോഴാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്. 1. 2, ഇതുവരെ ബെഹ്റയായിരുന്നു പാലം. അതിനു മുമ്പ് ആധ്യാത്മിക ആചാര്യനായ ശ്രീ M ആയിരുന്നു പാലം. ഇവർക്കിങ്ങനെ പാലം ഇടയ്ക്കിടയ്ക്ക് പൊളിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവർക്കൊക്കെ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നും അറിയില്ല. 2, മൂന്നാമത്തെ കാര്യം, സഖ്യകക്ഷിയായിട്ട് മത്സരിക്കുന്ന ആളുകൾ തമ്മിൽ ബന്ധമില്ല, ഞങ്ങൾ തമ്മിലാണ് ബന്ധമെന്ന് സ്ഥാപിക്കാനാണ് പാവം ജ്യോതി ഇങ്ങനെ നടന്ന് ശ്രമിക്കുന്നത്. പിന്നെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ജ്യോതി ആദ്യം പുറത്താക്കേണ്ടത് അവരുടെ UDFൻ്റെ കൺവീനറല്ലേ? ജ്യോതി തന്നെ സാക്ഷിയായ ഒരു ചർച്ചയിൽ ഒരു കാര്യമുണ്ടല്ലോ, അത് RSSൻ്റെ രണ്ടാമത്തെ ആൾ ദത്താജിയൊന്നുമല്ല, ഒന്നാമൻ സുദർശൻജി തന്നെ CP ജോണിനെ പോയി കണ്ടിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ജ്യോതി ഇരിക്കുന്ന ചർച്ചയിൽ CP സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം CP ജോണിനെ പുറത്താക്കിയതിന് ശേഷമാണ് ഉടനെ പോകല്ലേ, വെയിറ്റ് ചെയ്യ്. അല്ല, അദ്ദേഹത്തിന് മറ്റൊരു ചാനലിൽ ഒരു അങ്ങനെ ചോദിച്ചാൽ മറുപടി പറയാതിരിക്കുന്നത് പ്രകാശ് ജാവദേക്കറൊന്നും അല്ലല്ലോ. EP ജയരാജനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ CP ജോണുമായി ബന്ധപ്പെട്ട വിഷയം പുതിയൊരു നറേഷൻ 2 ദിവസമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ CP ജോണിനെ സംബന്ധിച്ച് അനന്തപുരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, തിരുവനന്തപുരത്തുള്ള RSSന്റെ നിയന്ത്രണത്തിലുള്ള അനന്തപുരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുത്തിരുന്നു. ആ സെമിനാറിൽ പങ്കെടുത്ത് വിരുദ്ധ അഭിപ്രായങ്ങൾ അന്നത്തെ RSSന്റെ സർസംഘചാലകും അതുപോലെ തന്നെ CP ജോണും തമ്മിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീ CP ജോണിനെ കാണാം. CP ജോൺ പങ്കെടുത്തത് പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന ബാക്ക്ഗ്രൗണ്ടിലാണ്. അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയുകയും അത് അദ്ദേഹം അന്ന് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ശ്രീ MV രാഘവനെയും അറിയിക്കുകയും അദ്ദേഹം വീട്ടിൽ ചെന്ന് കാണുകയും അവർ ഇതിനെ സംബന്ധിച്ചുള്ള സാങ്കേതിക വിഷയങ്ങളെ സംബന്ധിച്ച് അന്ന് ആ സെമിനാറിൽ വന്ന സാങ്കേതിക വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആ ഓർമ്മക്കുറിപ്പിൽ ഉൾപ്പെടെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടാൽ കുഴപ്പമില്ല. അല്ല
അല്ലല്ല ജ്യോതി, അല്ല ജ്യോതിയുടെ ക്ലാരിഫിക്കേഷൻ അങ്ങനെയല്ല, പറയുന്നത് പരസ്യമായിട്ടാണ് ഒരു നേതാവിനെ RSS അല്ലല്ല, നേതാവിനെ പരസ്യമായിട്ടാണ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. തലയെ മുണ്ടിട്ടല്ല, ഞാൻ പറഞ്ഞോട്ടെ. വണ്ടി മാറ്റി ഞാൻ പറഞ്ഞോട്ടെ. മാറ്റിയിട്ടല്ല, ഞാൻ ഒരു പറഞ്ഞോട്ടെ. പൊതുയോഗത്തിൽ ഞാൻ പരസ്യപ്പെടുത്തിയ പൊതുയോഗത്തിൽ ഒരു സെമിനാറിലാണ് പങ്കെടുത്തത്. ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ. ADGP അങ്ങനെയാണോ പോയത്? എനിക്ക് പോകേണ്ടതുണ്ട്, ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുക. താങ്കൾ മറുപടി പറഞ്ഞോളൂ. അങ്ങനെ ഓക്കേ, ശിവശങ്കർ പറഞ്ഞോളൂ. ശരി. അപ്പോൾ കോൺക്ലേവിൽ വെച്ചിട്ട് അജിത് കുമാർ കണ്ടതും താങ്കൾ പിൻവലിക്കണം. അപ്പോൾ രണ്ട് RSS നേതാക്കളെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് തലയിൽ മുന്നിട്ടെന്നുള്ള താങ്കളുടെ വ്യാഖ്യാനം അങ്ങനെ പാടില്ല എന്നും, അതല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയെയോ നേതാക്കളെ കാണുകയല്ല, നേതാക്കളും എന്താണ് എന്നുള്ളത് UDF നേതാവും ഒരേ പരിപാടിയിൽ വ്യത്യസ്ത അവതരിപ്പിച്ചപ്പോ അതിൽ പങ്കെടുത്തതിനെ അത് ജ്യോതികുമാർ വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു. പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ ബോർഡ് വെച്ച കാറിൽ അദ്ദേഹം ഔദ്യോഗികമായി എത്തി അന്ന് RSSന്റെ ആശയങ്ങളെ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അതൊരു കോൺക്ലേവ് ആണ്. ശരി, റാം മാധവന്റെ കാര്യം നമ്മൾ വിടാം. പക്ഷേ ക്യാമ്പിലേക്ക് വന്നതോ? ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പൊതുപരിപാടിയല്ലല്ലോ, അത് RSS ഏർക്കുള്ള പരിപാടിയല്ലേ? PR ശിവശങ്കർ. അതെ, പക്ഷേ ക്യാമ്പിൽ മറ്റു പലരും വരാറുണ്ട്. പ്രണബ് മുഖർജി വന്നിട്ടില്ലേ? പ്രണബ് മുഖർജി RSSന്റെ അതിനേക്കാൾ വലിയ നേതാവല്ലല്ലോ ജ്യോതിയും ഈ പറയുന്ന VD സതീശനും. പ്രണബ് മുഖർജി വന്നിട്ടുണ്ട്. എത്രയോ നേതാക്കൾ, ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ ഈ ചാനൽ ചർച്ച കഴിഞ്ഞു പോകും. അത് കാരണം ഞാൻ അതങ്ങോട്ട് പറയുന്നില്ല. ജ്യോതികുമാർ ചമക്കാല ചർച്ചയിൽ ചേർന്നതിന്